സുചേട്ടൻ ഇല്ലെന്ന് എനിക്കിപ്പോഴും അങ്ങോട്ട് തോന്നാൻ പറ്റുന്നില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് എന്റെ മകനാണ്, അവന്റെ അമ്മയാണ്. ഇപ്പൊ അമ്മയും മകനും എപ്പോഴും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്ന് മറ്റുള്ളവരെ കാണിക്കേണ്ട കാര്യം. അത്യാവശ്യം കുമിഞ്ഞു കൂടി പൈസ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഡയമണ്ട് മാല കിട്ടി, മോതിരം കിട്ടി, അതാണ് വാച്ച് കിട്ടി. എനിക്കെല്ലാം ഹൈലൈറ്റ് ആണ്. ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പൊ ചേച്ചി പ്രൊമോഷൻ ആയിട്ട് പോയതല്ലേ, അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് കിട്ടിയിട്ടുണ്ടല്ലോ, അത് അത്യാവശ്യം കുമിഞ്ഞു കൂടി പൈസ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ആണ്. അപ്പോ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം, ബിഗ് ബോസ് ഫെയിം ആയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെയാണോ? അങ്ങനെ ഇപ്പം ബിഗ് ബോസ് ഫെയിമിന് ശേഷമാണല്ലോ ഞാൻ ആദ്യമായിട്ട് ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്നത്. അപ്പൊ അത് തന്നെയായിരിക്കും. അതിന് മുന്നേ വന്ന അവസരമാണ്. ദുബായിൽ വേറൊരു ഇതിന് വന്ന അവസരം, നേരത്തെ പറഞ്ഞൊരു അവസരമാണിത്, വേറൊരു പ്രോഗ്രാമിന് പറഞ്ഞതാണ്. പക്ഷെ നമുക്ക് പോയത് അതിന് മുന്നേ മസ്കറ്റ് പ്രോഗ്രാം വന്നിട്ടുണ്ടായിരുന്നു, അത് ക്യാൻസൽ ആയി പോയായിരുന്നു. എന്തോ പ്രശ്നം വന്നത് ക്യാൻസൽ ആയി പോയി. അതായത് അവിടെ എന്തോ യുദ്ധമൊക്കെ നടന്നില്ല ആ സമയത്ത്, അതുകൊണ്ടാണ് ക്യാൻസൽ ആയി പോയത്. പക്ഷെ ദുബായിക്ക് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്, അതായത് ഇന്റർനാഷണൽ ട്രിപ്പ് ബിഗ് ബോസിന് ശേഷമാണ്. ഈ ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയെന്നൊക്കെ കേട്ടു. കിട്ടി. കാരണം നമ്മുടെ മലയാളി പ്രേക്ഷകര് ഒരുപാട് പേര്, പ്രവാസികളായിട്ടുള്ള മലയാളി പ്രേക്ഷകർ ഇഷ്ടം പോലെ എന്നെ കാണാൻ ദുബായിൽ തന്നെ, എന്താ പറയാ, ഷാർജയിൽ നിന്ന് വന്നു, അതുപോലെ ഒമാനിൽ നിന്നൊക്കെ വന്നു ഫാമിലിയായിട്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട്. സോ അവരൊക്കെ ഒരുപാട് ഗിഫ്റ്റുകൾ തന്നു. നമ്മളെ സ്നേഹിക്കുന്നവര്, നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നവര്, അങ്ങനെ കുറെ ഗിഫ്റ്റുകളൊക്കെ കിട്ടി. എന്തൊക്കെ ഗിഫ്റ്റ് ശരിക്കും കിട്ടി? പെർഫ്യൂം ഭ്രാന്തിയായിട്ട് കുറെ പെർഫ്യൂം കൊണ്ടു തന്നു. പിന്നെ അതുപോലെ പിന്നെ ഡയമണ്ട് മാല കിട്ടി, മോതിരം കിട്ടി, അതാണ് വാച്ച് കിട്ടി. എനിക്കെല്ലാം ഹൈലൈറ്റ് ആണ്. ശരിക്കും ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണല്ലോ ചേച്ചി കിട്ടിയത്. ഇപ്പൊ ഡയമണ്ട് കിട്ടാന്നൊക്കെ പറഞ്ഞാല് പ്രത്യേകിച്ച് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് കിട്ടിയത്. അതാണ്, അത്ര നല്ല മനുഷ്യരാണ് നമ്മളെ കാണുന്നതും നമ്മളെ കാണാൻ വന്നതും നമ്മളെ സ്നേഹിക്കുന്നതായ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ കേരളത്തിനേക്കാളും ഫാൻസ് ഇപ്പൊ കൂടുതൽ ഇന്റർനാഷണൽ ആണോ എനിക്കറിയില്ല. കേരളത്തിലുള്ളവരല്ലേ അങ്ങോട്ട് പോയത് പ്രവാസികളായിട്ട്. അങ്ങനെ തോന്നിയോ? ഇല്ല, എല്ലായിടത്തും ഉണ്ടല്ലോ, നല്ല ആൾക്കാരുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് നെഗറ്റീവ് കമന്റ് ഇടുന്നവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം എന്താ പറയാ, ഒരു 10% ഉള്ളെന്ന് തോന്നി നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത്. ബാക്കിയുള്ള 90% നമ്മളോടൊപ്പം തന്നെ നിൽക്കുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു സിനിമാ താരം വന്ന് എയർപോർട്ടിൽ ഇറങ്ങുന്ന പോലെയാണ് രേണു ചേച്ചി വന്ന് എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ മീഡിയക്കാർ ഇങ്ങനെ പൊതിയുന്നത്. ഒരു സിനിമാ താരത്തിന് കിട്ടുന്ന ഒരു പ്രിവിലേജ് ആണ് ചേച്ചിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരിക്കും നല്ലതല്ലേ അത്? പിന്നെ അപ്പൊ നമ്മുടെ സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കാണാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതിപ്പോ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉള്ള ഒരു ഫീലാണ്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, വണ്ടി ഓടിച്ച ആളുടെ അടുത്ത് പറയായിരുന്നു, ചേട്ടൻ മരിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് പണ്ടത്തെ കുറെ സ്ഥലങ്ങളൊക്കെ, ഗോൾഡ് സൂക്കെ അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ പണ്ട് ഞാനും കിച്ചു സുചേട്ടനും എന്താ പറയാ സിനിമ കണ്ട കാര്യമോ, മാസ്റ്റർ പീസ് ഇറങ്ങിയ സമയത്ത് അന്ന് കണ്ട കാര്യമൊക്കെ ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്തോണ്ട് വരും. അതായത് സുചേട്ടൻ ഇല്ലെന്ന് എനിക്കിപ്പോഴും അങ്ങോട്ട് തോന്നാൻ പറ്റുന്നില്ല. ഉണ്ട്, എവിടെയോ ഉണ്ട്. പൊതുവെ രേണു ചേച്ചിന്റെ ഒരു സ്പേസിൽ കാണാത്തൊരു കാര്യമായിരുന്നു കിച്ചുവിനെ. അപ്പൊ കിച്ചു ഇപ്പൊ എയർപോർട്ടിൽ സ്വീകരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ദുബായിൽ വന്നു. എന്റെ സ്പേസിൽ കാണാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ച് എന്റെ മകനാണ്, അവന്റെ അമ്മയാണ്. ഇപ്പൊ അമ്മയും മകനും എപ്പോഴും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്ന് മറ്റുള്ളവരെ കാണിക്കേണ്ട കാര്യം. എനിക്ക് എന്റെ ആവശ്യമില്ല, അവനും എന്റെ ആവശ്യമില്ല. പിന്നെ ഇപ്പൊ ആവശ്യമുള്ളതുകൊണ്ട്, അതായത് എന്നെ കൊണ്ടുവരാൻ അവൻ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞടാ വരണം, അവധിയാണ്, അമ്മ അവധിയാണ്, ഞാൻ വരാന്ന് പറഞ്ഞു. അങ്ങനെ വന്നു, സന്തോഷം. അല്ലാതെ നമ്മളിപ്പോ എപ്പോഴും എന്നെ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് സോഷ്യൽ മീഡിയയിൽ. അതിന്റെ ആവശ്യമില്ല.